Assalamu alaikum. Hello everyone. Today I am discussing about the personality and values. അപ്പം പേഴ്സണാലിറ്റി ആൻഡ് വാല്യൂസ് എന്നുള്ള പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കിയാൽ ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു, അതേപോലെ എങ്ങനെ അനുഭവിക്കുന്നു, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ ആകെത്തുകയാണ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ഒരു സാഹചര്യത്തിൽ ആളുകൾ വ്യത്യസ്തമായി പ്രതികരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ പേഴ്സണാലിറ്റിയാണ്. ഇത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ രൂപപ്പെടുന്നു. ഒന്നാമത്തത് ഹെറിഡിറ്റി മീൻസ് പാരമ്പര്യം. രണ്ടാമത്തത് പരിസ്ഥിതി, എൻവിറോൺമെൻറ്റ് എന്ന് പറയും. അപ്പം കുടുംബം, വിദ്യാഭ്യാസം, അതേപോലെ സംസ്കാരം, ജീവിതാനുഭവങ്ങൾ എന്നിവ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്നു. ഇനി നമുക്ക് MBTI മയേഴ്സ് ബ്രിഗസ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ് നോക്കാം. അതായത് ഇത് ആളുകളെ 16 വ്യത്യസ്ത പേഴ്സണാലിറ്റി ടൈപ്സ് ആയിട്ടിരിക്കുന്നു. അപ്പം സ്വയം മനസ്സിലാക്കാൻ ഈ ടെസ്റ്റ് സഹായിക്കും. എന്നാൽ ഒരു വ്യക്തിയുടെ ജോലിയിലെ പ്രകടനം കൃത്യമായി വിഭജിക്കാൻ ഇതിന് സാധിക്കില്ല. ഇത് അത്ര യോഗ്യമല്ല എന്നാണ് പറയുന്നത്. അതിന് പകരം ഇത് കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന മാതൃകയാണ് ബിഗ് 5 പേഴ്സണാലിറ്റി മോഡൽ എന്നുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് 5 സ്വഭാവ ഗുണങ്ങളാണുള്ളത്. അപ്പം ഈ 5 പ്രധാന സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഓപ്പൺനെസ്. ഇത് ഒരു പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സാണ്. ഓപ്പൺനെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സ്. രണ്ടാമത്താണ് കോൺസെൻറ്റിയസ്നെസ് എന്ന് പറയുന്നത്. അതായത് ഉത്തരവാദിത്തബോധവും ക്രമാശീലവും അതുപോലെ തന്നെ ആത്മാർത്ഥതയുമാണ് ഈ കോൺസെൻറ്റിയസ്നെസ് എന്ന് പറയുന്നത്. അതായത് ജോലിയിലെ മികച്ച പ്രകടനം പ്രവചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണം ഏതാണ്? ഈ കോൺസെൻറ്റിയസ്നെസ് എന്നാണ്. മറ്റൊന്ന് എക്സ്ട്രാവേർഷൻ. അതായത് മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ഇടപെടാനും പിന്നെ അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ പെരുമാറാനുള്ള കഴിവിനാണ് എക്സ്ട്രാവേർഷൻ എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തേതായിട്ട് പറയുന്നത് അഗ്രിയബിൾനെസ് എന്ന് പറയുന്നത്. അതായത് സഹകരണ മനോഭാവം, സൗഹൃദപരമായ പെരുമാറ്റം. അതിനാണ് അഗ്രിയബിൾനെസ് എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് ഇമോഷണൽ സ്റ്റാബിലിറ്റി. അതായത് സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ശാന്തമായി പെരുമാറാം. ഇതാണ് എമോഷണൽ സ്റ്റാബിലിറ്റി എന്ന് പറയുന്നത്. ഈ അധ്യായത്തിൽ തന്നെ മറ്റു 3 പ്രധാന പേഴ്സണാലിറ്റി ട്രേറ്റ്സും കൂടി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യമായിട്ട് കോർ സെൽഫ് ഇവാലുവേഷൻ, മറ്റൊന്ന് സെൽഫ് മോണിറ്ററിങ്, മറ്റൊന്ന് പ്രൊആക്റ്റീവ് പേഴ്സണാലിറ്റി. ഈ 3 അതായത് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം, സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവ്, പിന്നെ മുൻകൈയെടുത്ത് ഒരു പ്രവർത്തിക്കാനുള്ള മനോഭാവം എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് പ്രധാനമെന്ന് തീരുമാനിക്കുന്ന വിശ്വാസങ്ങളാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഈ വാല്യൂസ് തന്നെ നമുക്ക് 2 തരമുണ്ട്. ഒന്ന് ടെർമിനൽ വാല്യൂസ് മീൻസ് ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളാണ്. ഉദാഹരണത്തിന് സന്തോഷം, അതേപോലെ വിക്ടറി, വിജയം, സ്വാതന്ത്ര്യം എന്നിവ. മറ്റൊന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ വാല്യൂസ് എന്നുള്ളത്. വാല്യൂസ് പെട്ട മറ്റൊന്നാണ് ഇൻസ്ട്രുമെൻ്റൽ വാല്യൂസ് എന്നുള്ളത്. അതായത് ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന സ്വഭാവങ്ങളാണ്. ഉദാഹരണത്തിന് സത്യസന്ധത, കഠിനാധ്വാനം, അച്ചടക്കം എന്നിവ. അടുത്തതായി പേഴ്സൺ ജോബ് ഫിറ്റ് എന്നത്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആ ജോലിക്ക് അനുയോജ്യമാകുന്നതാണ്. പേഴ്സണൽ ഓർഗനൈസേഷൻ ഫിറ്റ് എന്നത് ആ വ്യക്തിയുടെ വാല്യൂസ് സ്ഥാപനത്തിൻ്റെ സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതാണ്. ഈ പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ ജോലിയിൽ കൂടുതൽ സംതൃപ്തി, മികച്ച പ്രകടനം ഉണ്ടാക്കൂ. അവസാനമായിട്ട് ഹോഫ്സ്റ്റഡേഴ്സ് കൾച്ചറൽ ഡിമെൻഷൻ എന്ന ആശയം വിവിധ രാജ്യങ്ങളിലെ ആളുകളുടെ മൂല്യങ്ങളിലും സംസ്കാരത്തിലും ഉള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മാനേജർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഹോഫ്സ്റ്റഡേഴ്സ് കൾച്ചറൽ ഡൈമെൻഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പേഴ്സണാലിറ്റിയും വാല്യൂസും ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും തീരുമാനങ്ങളെയും ജോലിയിലെ പ്രകടനത്തെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് നല്ല ജീവനക്കാരെയും നല്ല മാനേജർമാരെയും വളർത്താൻ സഹായിക്കുന്നു. ഓക്കെ, താങ്ക് യു, വെൽക്കം.